വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. പരിസ്ഥിതിദിന ക്യൂസ് പാർട്ട് 2. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം? കോഴിക്കോട് പെരിങ്ങളം. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം കോഴിക്കോട് പെരിങ്ങളം. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം? ഭീമൻ പാണ്ട. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ട. WWFൻ്റെ പൂർണ്ണരൂപം? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWFൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ആസ്ഥാനം? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക? വന്ദന ശിവ. വേപ്പെണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ ജില്ല. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. പ്രൊജക്റ്റ് എലഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992. ഇന്ത്യയിൽ പ്രൊജക്റ്റ് എലിഫന്റ് തുടങ്ങിയ വർഷം 1992. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഇടുക്കി. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഇടുക്കി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഡെറാഡ്യൂൺ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഡെറാഡ്യൂൺ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏതാണ്? അപ്പോൾ ഇത് മാഞ്ഞു. നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം? നാഗാർജുന സാഗർ ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം? വേപ്പ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം വേപ്പ്. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കല്ലേൻ പൊക്കുടൻ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കല്ലേൻ പൊക്കുടൻ.
വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം വനശ്രീ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? വനശ്രീ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്.